ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കണേന്ന് ആലോചിച്ച് കിച്ചണിൽ ചെന്നപ്പോഴാണ് ഗോതമ്പ് പൊടിയും ബാസ്ക്കറ്റിൽ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഭൂരി തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പാത്രത്തിൽ ആവശ്യത്തിന് മാവെടുത്ത് അതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് കുറേശ്ശെയായി നന്നായിട്ട് കുഴച്ച് പരുവപ്പെടുത്തിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം വട്ടത്തിൽ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുത്ത് നല്ല സോഫ്റ്റും അല്പം പോലും എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റായ നമ്മുടെ ഭൂരി ഇവിടെ റെഡിയാണ്. ഒരു കാര്യം പറയാൻ മറന്നു, ചാനൽ കാണുന്നതിനോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഭൂരിയോടൊപ്പം നമ്മൾ പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ അത് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുക. അതിന് ശേഷം സവാള ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സായി മൂത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം അത്ര നന്നായിട്ട് ഗോൾഡൻ കളർ വരുന്നവരെയൊന്നും മൂപ്പിക്കേണ്ടതില്ല. നന്നായിട്ട് മൂത്തെന്ന് തോന്നുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കറി കുറുകി വരുമ്പോൾ നമ്മുടെ കറി റെഡിയായി. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ സോഫ്റ്റായ ഭൂരിയോടൊപ്പം വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായ ഉരുളക്കിഴങ്ങ് കറിയോടൊപ്പം നമുക്കിത് കഴിക്കാം. ഈ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് മീ.